കുഞ്ഞടുക്കള എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ചെസ്റ്റ് ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ നെഞ്ചൊന്ന് നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ മസാലയൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് ചിക്കനൊന്ന് വരഞ്ഞെടുക്കണം. നല്ലോണം വൃത്തിക്ക് വരയണം. അപ്പോൾ ഇതെല്ലാം വരഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാല കൂട്ടണം. മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിപ്പം ആദ്യം അരയ്ക്കാൻ പോകുന്നത് പച്ചക്കുരുമുളകും പിന്നെ വെളുത്തുള്ളി ഒരു ശകല ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്കത് അരച്ചെടുക്കണം. അതിനൊപ്പം കറിവേപ്പിലയും കൂടെ അരയ്ക്കുക. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില പിന്നെ പച്ചക്കുരുമുളക് അരച്ചതിന് ശേഷം അതിലേക്ക് ഇടേണ്ടത് കസ്കസ്, ഇറച്ചി കസ്കസും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം വറ്റൽമുളക് നല്ലവണ്ണം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ മസാല എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഇറച്ചിയിലേക്ക് ചേർക്കാം. നമുക്ക് ഈ വറ്റൽമുളക് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരു ശകലം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വരഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗങ്ങളിലിട്ടൊക്കെ നല്ലോണം മസാല കുത്തി നിറച്ച് വെക്കുക. അപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കാനായിട്ട് നമുക്കൊരു 2 മണിക്കൂറത്തേക്ക് ഒന്ന് അടച്ചു വെക്കണം. 2 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനകത്ത് മസാലയൊക്കെ പിടിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു 1-2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലൊരു ചട്ടി ചൂടാക്കുക. അതിലേക്ക് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ ചിക്കനൊന്ന് പൊരിച്ചെടുക്കണം. എണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ പതുക്കെ അങ്ങോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ എണ്ണയൊക്കെ തിളച്ചതായിട്ടുണ്ട്. അതിനപ്പം നമുക്ക് ആദ്യം അതിനകത്തൊരു കുറച്ച് കറിവേപ്പില ഇടാം.
കുറച്ച് കറിവേപ്പില ഇടുക. ഇട്ടതിന് ശേഷം പിന്നെ ഒരു 2 നുള്ള് ഉലുവയും കൂടി അതിനകത്തേക്ക് ഇടുക. അപ്പം അതിനകത്തിട്ട ഉലുവയും കറിവേപ്പിലയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ അതിനകത്തിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ ചിക്കൻ്റെ ചെസ്റ്റ് ഫ്രൈ ചെയ്യുന്നതാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചെറിയ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.